ഫ്രണ്ട്സ്, ടിപ്സ് ആൻഡ് ക്യൂസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 മാസത്തെ വെക്കേഷൻ കഴിഞ്ഞ് എല്ലാവരും സ്കൂളിൽ എത്തിയില്ലേ? എല്ലാവരും ചിട്ടയോടെ പഠിക്കുക, പാഠ്യേതര പരിപാടികളിൽ പങ്കെടുക്കുക. പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട വീഡിയോ എല്ലാവരും കാണുമല്ലോ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. വിജയാശംസകൾ. പരിസ്ഥിതി ദിനമായി നാം ആചരിക്കുന്നത് എന്നാണ്? ജൂൺ 5. പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ചത് എന്ന്? 1954 ജൂൺ 5. 2026 പരിസ്ഥിതി ദിന സന്ദേശം എന്ത്? ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ. 2025 പരിസ്ഥിതി ദിന സന്ദേശം എന്തായിരുന്നു? ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ്? ജൂലൈ 28. WWFന്റെ പൂർണ്ണരൂപം? വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നതാര്? മേധാ പട്കർ. ഭൂമിയിലെ എല്ലാ ജീവജാലകങ്ങളും ഉൾപ്പെടുന്ന മേഖല ഏത് പേരിൽ അറിയപ്പെടുന്നു? ബയോസ്ഫിയർ. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? പ്രൊഫസർ ആർ മിശ്ര. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനം ഉള്ള സംസ്ഥാനം ഏത്? പശ്ചിമ ബംഗാൾ. കണ്ടൽ വനങ്ങളുടെ വളർത്തച്ഛൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കല്ലൻ പൊക്കുടൻ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? പെരിയാർ. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏത്? പെരിയാർ. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ കേരളത്തിന്റെ പർവ്വതനിരകൾ ഏത്? പശ്ചിമഘട്ടം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട കായൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല ഏത്? ഇടുക്കി. കേരളത്തിൽ വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം ഏത്? ഇരവികുളം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. ലോകത്ത് ഏറ്റവും കൂടുതൽ വനമുള്ള രാജ്യം ഏത്? റഷ്യ. ഓസോൺ ദിനമായി ആചരിക്കുന്നതെന്ന്? സെപ്റ്റംബർ 16. ചിന്നാർ സംരക്ഷണ മേഖല ഏതു ജില്ലയിലാണ്? ഇടുക്കി. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ഏതാണ്? UNEP യുണൈറ്റഡ് നേഷൻസ് എൻവയറൻമെന്റ് പ്രോഗ്രാം. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഡോക്ടർ MS സ്വാമിനാഥൻ. ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആര്? സുന്ദർലാൽ ബഹുഗുണ.
ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനമേത്? പഞ്ചാബ്. Please share, comment and subscribe.